മോനെ നിഖിലേ, നമുക്ക് നിതിനെയും കൂട്ടി ആമിമോളുടെ വീട് വരെ ഒന്ന് പോയാലോ? ഞാനും അത് ആലോചിക്കുകയാ അച്ഛാ. പക്ഷേ ഉണ്ണിയച്ഛനോട് ദർശൻ പറഞ്ഞത് അവൻ വിളിക്കുമ്പോൾ അവരെ പറഞ്ഞു വിട്ടാൽ മതിയെന്നല്ലേ. പക്ഷേ ഇതിപ്പോൾ അവർ പോയിട്ട് നേരം കുറേ ആയില്ലേ മോനെ. ദർശനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഹരിദാസ് ഉണ്ണിയൊന്ന് നോക്കി. സ്വാതിയെയും ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ഉണ്ണി മറുപടി കൊടുത്തു. ഫോണൊക്കെ ചിലപ്പോൾ അവർ കാറിലായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് കോൾ വന്നതൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ നിതിനെ ഞാൻ ഇപ്പോൾ കൂടി വിളിച്ചതേയുള്ളൂ. അവനും അച്ഛനും കുറച്ച് പോലീസുകാരുമായി അവിടെ റെഡിയായി നിൽക്കുകയാണ്. ദർശൻ്റെ കോള് വന്നാൽ ആ നിമിഷം ആമിയുടെ വീട്ടിലേക്ക് അവർ പോകും. ഒരു വഴക്കില്ലാതെ ആമിയെ വിട്ടുതരാൻ അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ അതല്ലേ നല്ലത് എന്ന് ഓർത്തിട്ടാ അവരും കാത്തു നിൽക്കുന്നത്. ഹരിദാസ് പിന്നെയും അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നിഖിലേ മോനെ, അങ്ങനെ ദർശൻ ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവരാമിയെ വിട്ടുകൊടുക്കുമോ അവന്? അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്തിനാ ആമിമോളെ തല്ലിയതൊക്കെ? ഒരുപാട് തല്ലിയെന്നൊക്കെയല്ലേ പറഞ്ഞത്? അല്പം മാറി സങ്കടത്തോടെ ചെയറിലിരുന്ന രാധിക നിഖിലിനോട് ചോദിച്ചു. ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ആരാ പറഞ്ഞത്? ഞാനുണ്ടായിരുന്നതല്ലേ ആമിമോള് ഫോണിൽ സംസാരിക്കുമ്പോൾ. സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അച്ഛനും ചേട്ടനും ഒന്ന് തല്ലിയെന്ന് മാത്രമല്ലേ മോള് പറഞ്ഞിട്ടുള്ളൂ. അല്ല, മോളെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് തന്നെയാ പറഞ്ഞത്. ഞാൻ കാർത്തിമോളെ കൊണ്ട് സ്വാതിമോളുടെ അമ്മയെ വിളിപ്പിച്ചിരുന്നു. അവർ എന്നോട് പറഞ്ഞതല്ലേ. അങ്ങനെയൊന്നുമില്ല, അതവള് ചുമ്മാ പറഞ്ഞതാ. അവൾക്കുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കൊടുത്തോളാം. കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന രാധികയെ കണ്ടപ്പോൾ ദേവിക്കും സങ്കടം തോന്നി. വിച്ചു പറഞ്ഞ് കാര്യങ്ങളെല്ലാം മറഞ്ഞപ്പോൾ പിണക്കമെല്ലാം മറന്ന് അവൾ താഴേക്ക് വന്നിരുന്നു. രാധികയുടെ സങ്കടം കണ്ട് ഇനിയും അവരെ സമാധാനിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. ദേവി രാധികയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ പേടിക്കണ്ട. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അതെല്ലാം സോൾവ് ചെയ്ത് ഏട്ടൻ ആമിയുമായി വന്നിരിക്കും. ആമിയില്ലാതെ ഏട്ടൻ വരില്ല, അതെനിക്കുറപ്പാ. രാധിക ദേവിയുടെ മുഖത്തേക്ക് കുറ്റബോധത്തോടെ നോക്കി. അമ്മ കാരണ, അമ്മയുടെ സ്വാർത്ഥത കാരണ ഇതെല്ലാം സംഭവിച്ചത്. മോൾ അമ്മയോട് പൊറുക്ക്. ചെയ്തു പോയതിലെല്ലാം അവർക്ക് നല്ല കുറ്റബോധമുണ്ടെന്ന് ദേവിക്ക് മനസ്സിലായി. ദേവി കൈയുയർത്തി അമ്മയെ തടഞ്ഞു. എന്താ ഇത് രാധികെ? ഇന്നലെ തൊട്ട് തുടങ്ങിയ ക്ഷമ പറച്ചിലല്ലേ? സാരില്ല, പോട്ടെ. ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് സ്വയം വേദനിച്ചിട്ട് എന്താ കാര്യം? വിച്ചു മുറ്റത്തു നിന്നും അകത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അവന് നേർക്കായി. ഓഫീസിൽ നിന്നും കോള് വന്നപ്പോൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് മനസ്സിലാ മനസ്സോടെ പോയതായിരുന്നു വിച്ചു. അവിടുത്തെ കാര്യങ്ങളെല്ലാം ധൃതി പിടിച്ച് തീർത്ത് ഓടിപ്പിടിച്ച് വന്നതായിരുന്നു അവൻ. എന്തായി അച്ഛാ? ഒന്നും അറിയില്ല മോനെ. പോയിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല അവൻ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ? സമ്മതം ചോദിക്കുന്നത് പോലെ അവൻ ഹരിദാസിനെ നോക്കി ചോദിച്ചു. ഇത് തന്നെയാണ് ഡാനിയും നിഖിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ വിച്ചു, ഞാൻ കുറച്ചുനേരം മുൻപ് കൂടി നിതിനെ വിളിച്ച് ചോദിച്ചതാണ്. ഞാനും കൂടി ഒന്ന് അവിടം വരെ പോയി നോക്കട്ടെ എന്ന്. പക്ഷേ നിതിൻ സമ്മതിക്കുന്നില്ല. അധികം ആൾക്കാർ ഇടപെടുമ്പോൾ പ്രശ്നം വലുതാകുമെന്നാ അവൻ പറയുന്നത്. പിന്നെ കൂടുതലായി ഒന്നും വിച്ചു ചോദിച്ചില്ല. എല്ലാവരും അക്ഷമയോടെ അവരുടെ വരവിനായി വിളിക്കുമായി കാത്തിരുന്നു. ആമി! തൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി ആമി കണ്ടത് കരച്ചിലോടെ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന സ്വാതിയെയാണ്. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടുവെങ്കിലും അത് ഏട്ടനോ അച്ഛനോ ആയിരിക്കുമെന്ന് കരുതി അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. സ്വാതി! സ്വാതി അടുത്തെത്തിയതും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടം മുഴുവൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആമി തീർത്തു. ഇതെന്താ മോളെ ഇത്? അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളെ മുഴുവനായി ഒന്ന് നോക്കിക്കൊണ്ട് സ്വാതി ചോദിച്ചു. തലേദിവസം എല്ലാവരും കൂടി ചേർന്ന് തല്ലിയ പാടൊക്കെ അവളുടെ മുഖത്തും കയ്യിലുമെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്പി ബെൽറ്റ് കൊണ്ട് അടിച്ച പാട് അവളുടെ 2 കൈയിലും നന്നായി ചുവന്ന് തന്നെ കിടന്നിരുന്നു. അതൊക്കെ പോട്ടെ, നീ വന്നത് അച്ഛനോ ചേട്ടനോ ചേച്ചിയോ വല്ലതും കണ്ടായിരുന്നോ? മുഖത്തെ കണ്ണുനീർ കൈകൊണ്ട് തുടച്ചുകൊണ്ട് ആമി ചോദിച്ചു. അതൊക്കെ പറയാം, നീ വേഗം വാ. ഞാൻ നിന്നെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വന്നതാ. അവര് കണ്ടാൽ ഒരു കുഴപ്പമില്ല, നീ വാ ആദ്യം എൻ്റെ ഒപ്പം. പറയുന്നതിനൊപ്പം ആമിയുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് സ്വാതി അവളെ പുറത്തേക്ക് കൊണ്ടുപോയി. സ്വാതിയുടെ പുറകിലായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആമി അച്ഛനെയും ചേട്ടനെയും ബലമായി പിടിച്ചു വെച്ചിരിക്കുന്ന ദർശനെ കണ്ടതും ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. ദർശനെ കണ്ടതും അവൾക്ക് സങ്കടം കൂടി. കുട്ടികളെ പോലെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൾ ദർശനെ നോക്കി. ദർശനും ആമിയെ തന്നെ നോക്കി നിന്നു. പാറിപ്പറന്ന മുടിയും കരഞ്ഞു ചുവന്ന് കലങ്ങിയ കണ്ണുകളും അവൻ്റെ നെഞ്ചിൽ നോവുണ്ടാക്കി. അരികിലേക്ക് വരാനായി കണ്ണുകൊണ്ട് അവൻ കാണിച്ചു. അവൻ്റെ വിളിക്കായി കാത്തിരുന്നത് പോലെ അവൾ ഓടി അവൻ്റെ അരികിലേക്ക് വന്നു. ദർശേട്ടാ! കരഞ്ഞുകൊണ്ട് അവൾ വിളിച്ചതും അമ്പിക്കും അവൻ്റെ അച്ഛനും മേലുള്ള പിടിവിട്ട്
തൻ്റെ ഇരു കൈകളാൽ ആമിയുടെ കവിളിലായി ചേർത്ത് പിടിച്ചു അവൻ. തള്ളവിരലുകളാൽ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. കരയരുത്, ഈ കണ്ണു നിറയാൻ സമ്മതിക്കില്ല ഞാൻ ഇനി. കൊണ്ടുപോവാൻ വന്നതാണ്, വരില്ലെന്ന് മാത്രം പറയരുത്. പറ്റുന്നില്ല നീയില്ലാതെ. അവൻ്റെ അവസാന വാചകങ്ങൾ കേട്ടതും ചുറ്റുമുള്ളവരെ മറന്ന് അവൻ്റെ നെഞ്ചിലേക്കായി വീണു അവൾ. എനിക്കും പറ്റുന്നില്ല. പരിസരം മറന്ന് ദർശനും അവളും മുറുകെ ചേർത്ത് പിടിച്ചു. ഇനിയൊരിക്കലും വിട്ടുകളയില്ല എന്ന പോലെ. ഞാൻ കരുതി എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. കരച്ചിലിൻ്റെ ഇടയിൽ ആമി പറഞ്ഞു. എന്തിന്? അതേപോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചല്ലേ സൈൻ ചെയ്യിപ്പിച്ചത്? അത് ആമി പറഞ്ഞുകൊണ്ടിരിക്കെ അവളെ തന്നിൽ നിന്നും അകറ്റിമാറ്റി അവൻ അവളുടെ വായ് പൊത്തി. വേണ്ട, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അവൻ സ്വാതിയെ നോക്കി അടുത്തേക്ക് വരാൻ പറഞ്ഞു. സ്വാതി അവർക്കടുത്തേക്ക് നടന്നു വന്ന് ആമിയുടെ തോളിൽ ചേർത്ത് പിടിച്ചു. നിങ്ങൾ വണ്ടിയിലേക്കിരുന്നു, എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. തങ്ങളെ ദേഷ്യത്തോടെ നോക്കുന്ന 3 പേരെയും നോക്കിക്കൊണ്ട് ദർശൻ പറഞ്ഞു. ദർശേട്ടാ വേണ്ട, നമുക്ക് പോകാം. ദർശൻ ആമിയുടെ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. അവളുടെ മുഖത്ത് കൈ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ വഴക്കിനൊന്നും നിൽക്കില്ല. കൊണ്ടുപോകുക ഞാൻ ഇവളെ. നിയമപരമായി അതിനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. എൻ്റെ ഭാര്യയായിവൾ. തടയാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചോ. ഭാര്യയോ? 2 പേരും ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തതൊക്കെ മറന്നുപോയോ? ഇത്രയും നേരം അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് സഹിക്കാൻ വയ്യാതെ നിന്ന് നിയ ദർശൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. സൗകര്യം പോലെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞേക്ക് ആ പേപ്പർ. അവൻ അമ്പിയെ നോക്കി. എൻ്റെ ഭാര്യയോട് നീ ചെയ്തതെല്ലാം അവിടെ മുഖത്തും കയ്യിലുമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുള്ള മറുപടി എനിക്ക് തരാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ക്ഷമിക്കുകയാ ദർശൻ. അവസാനമായി നിന്നോടൊക്കെ. ഇനി ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ നീയൊക്കെ വന്നാൽ നിന്നെയൊക്കെ കൊന്ന് ജയിലിൽ പോകാനൊന്നും ഞാൻ നിൽക്കില്ല. എനിക്ക് ജീവിക്കണം ഇവൾക്കൊപ്പം. അതുകൊണ്ട് കൊള്ളാവുന്ന ഏതെങ്കിലും കൊട്ടേഷൻ ടീമിൻ്റെ കയ്യിൽ കൊടുക്കും ഞാനാ പണി. കുറ്റമേൽക്കാനുള്ള പണവും കൊടുത്തേൽപ്പിക്കും. അതിനൊന്നും നിൽക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അമ്പി ഉമിനീരിറക്കി. ദർശൻ രാമചന്ദ്രൻ്റെ നേർക്ക് തിരിഞ്ഞു. ഈ നിൽക്കുന്നതും നിങ്ങളുടെ മകൾ തന്നെയാണ്. എന്നെങ്കിലും ഒരിക്കൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം തുല്യമായിരിക്കണം. പക്ഷേ നിങ്ങൾക്കങ്ങനെയല്ല. ഇനി നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഞാൻ നിൽക്കുന്നില്ല. അതൊക്കെ മനസ്സിലാകേണ്ട പ്രായം കഴിഞ്ഞുപോയി. ദർശൻ നിയയുടെ മുഖത്തേക്ക് നോക്കി. നിന്നോട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഒരു സഹതാപമാണ്. നല്ലത് പറഞ്ഞു തരേണ്ട സ്ഥാനത്ത് നിന്റെ അച്ഛനും ചേട്ടനും നിന്നെ വളർത്തി വഷളാക്കി. അതിൻ്റെയാ നീ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ അതും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇനി വരാൻ നിൽക്കരുത്. ഇനി എത്ര ജന്മമെടുത്താലും ദർശൻ ആമിക്കുള്ളതാ. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. ആമിയുടെ വീട്ടിൽ നിന്നും തിരിച്ചുള്ള യാത്രയിലായിരുന്നു 3 പേരും. ആമി ദർശനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് ആള്. എല്ലാവരോടും പരമാവധി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു തന്നെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോയത്. എന്നിട്ടും ഇറങ്ങുന്ന സമയമായപ്പോൾ ചേച്ചിയുടെ ബഹളം കണ്ട് അമ്പിയേട്ടൻ തന്നെ തടയാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ ദർശേട്ടനും അമ്പിയേട്ടനും തമ്മിൽ വഴക്കായി. ഒടുവിൽ ദർശേട്ടനെ അമ്പിയേട്ടനെ തല്ലേണ്ടി വരെ വന്നു. ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയം തോന്നുന്നു. എങ്ങനെയോ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അത്രേ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. സ്വാതിയും ദർശനെ തന്നെയാണ് നോക്കിയിരുന്നത്. അവൻ്റെ മുഖം മുറുകുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആമി ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് സ്വാതി തന്നെ ദർശനെ വിളിച്ചു. സാർ. മിററിലൂടെ അവളെയൊന്ന് നോക്കുന്നതിനൊപ്പം അവനും ഒന്ന് മൂളി. എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് സാർ. മിക്കവാറും അടുത്ത് തന്നെ കാണും. മടിച്ച് അവൾ പറഞ്ഞു. അതിന്? ഇത്തവണ ദർശനൊപ്പം ആമിയും അവളെ സംശയത്തോടെ മിററിലൂടെ നോക്കി. എനിക്ക് ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട് സാർ. വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറച്ചാൽ കൊള്ളായിരുന്നു. വിറച്ചുകൊണ്ടുള്ള അവളുടെ സംസാരം കേട്ട് 2 പേർക്കും ചിരി വന്നു. ദർശൻ്റെ മുറുകിയ മുഖത്തിന് ഒരു മാറ്റം വന്നതിൽ ആമിക്കും സന്തോഷം തോന്നി. ദർശൻ വണ്ടിയുടെ സ്പീഡ് ഒരല്പം കുറച്ച് വണ്ടിയൊരരികിലേക്ക് നിർത്തി. ഹോ! സമാധാനത്തോടെ സ്വാതി നെഞ്ചിൽ കൈവച്ചു. തന്നെ കൊണ്ടുപോയി കൊല്ലാനൊന്നും പോകുന്നില്ല ഞാൻ. സ്വാതി ചമ്മിയൊരു ചിരി ചിരിച്ചു. അതെനിക്കറിയാം. എന്നാലും സാറിൻ്റെ ഓടിക്കൽ കണ്ടപ്പോൾ. ദർശൻ അവൾക്ക് നേരെ തിരിഞ്ഞു. താനും കണ്ടതല്ലേ അവിടുത്തെ അവസ്ഥ. ക്ഷമിക്കാൻ പറ്റാവുന്ന അത്ര പരമാവധി ഞാൻ ക്ഷമിച്ചു. എന്നിട്ടും. പറഞ്ഞു വന്നത് നിർത്തി അവൻ ആമിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദർശൻ അത് കണ്ട് സങ്കടം വന്നു. ആമി, തല്ലാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചതാണ്. നിന്റെ മുഖത്തെയും കൈകളിലെയും പാട് കണ്ടപ്പോൾ അവനെ തല്ലാൻ എൻ്റെ കൈ പൊങ്ങിയതാണ്. എന്നിട്ടും ഞാനത് ചെയ്തില്ല, നിന്നെ ഓർത്ത്. പക്ഷേ എന്നിട്ടും അവർ. ഒന്നും പറയണ്ട, എനിക്കറിയാം.
എനിക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്തത്. ഒരല്പം മുന്നോട്ടു നീങ്ങി അവൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നു അവൾ. ഇനിയൊരു മടങ്ങിപ്പോക്കില്ല. ഇനി എന്ത് സംഭവിച്ചാലും ഇയാൾക്കൊപ്പം തന്നെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുവഴി വരുന്ന പ്രശ്നം എന്താണെങ്കിലും ഞാൻ നേരിട്ടോളാം. അല്ലെങ്കിൽ ദർശേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരിൽ നിന്നും അകലെ നമ്മുടേത് മാത്രമായൊരു ലോകത്ത് ജീവിക്കാം നമുക്ക്. എന്നാലും അകന്നു നിൽക്കാനാവില്ല എനിക്ക്. എല്ലാം ഉപേക്ഷിച്ച് വന്നപ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. നഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കിയത് ഞങ്ങളാ ആമി. നീ ഞങ്ങൾക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അവൻ അവളുടെ കൈയെടുത്ത് തൻ്റെ കൈക്ക് മുകളിലായി വെച്ചു. എല്ലാം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നതിൽ സങ്കടമുണ്ടോ? അതിൽ സങ്കടമൊന്നുമില്ല. പക്ഷേ അമ്മയെ ഓർത്തിട്ടാ സങ്കടം. വിളിച്ചതല്ലേ നമ്മൾ, വരാഞ്ഞിട്ടല്ലേ അമ്മ. അമ്മയെ കുറ്റപ്പെടുത്താനും പറ്റില്ലല്ലോ. എല്ലാം ഉപേക്ഷിച്ച് നിന്നെപ്പോലെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? സാരല്ല, എല്ലാം ഒന്ന് ശരിയായതിനു ശേഷം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം അമ്മയെ. അവൻ്റെ തോളിൽ നിന്നും തലപ്പൊക്കി ഒരു ചിരിയോടെ അവൾ അവനെയൊന്ന് നോക്കി. അവൻ തൻ്റെ 2 കൈകളാൽ അവളുടെ കവളിൽ ചേർത്ത് പിടിച്ചു. ഉള്ളു നിറയെ നിന്നോടുള്ള സ്നേഹം തന്നെയായിരുന്നു പെണ്ണെ. സാഹചര്യം കൊണ്ടാ ഒന്നും പറയാൻ പറ്റാതെ പോയത്. സ്വാതി ഒന്ന് മുരടനക്കി. ദർശൻ ആമിയുടെ മേലുള്ള പിടിവിട്ട് അവളെ നോക്കി. ആമിയുടെയും ദർശൻ്റെയും മുഖത്ത് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു അന്നേരം. സ്വാതിക്ക് അത് കണ്ട് ചിരി വന്നു. 2 പേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ബെഞ്ചിൽ പോയിരിക്കാം. സംസാരിച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഫുട്പാത്തിലുള്ള ബെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് സ്വാതി പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട, നമുക്ക് പോകാം. ഒരു ജന്മം മുഴുവൻ ബാക്കി നിൽക്കുകയല്ലേ ഇനി സംസാരിക്കാൻ. ഒരു കള്ളച്ചിരിയോടെ ദർശൻ ആമിയെ നോക്കി പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തും വിരിഞ്ഞു ഒരു നാണം നിറഞ്ഞ പുഞ്ചിരി. അയ്യടാ, പെണ്ണിൻ്റെ മുഖത്തെ നാണം നോക്കിക്കേ. ബാക്കിയുള്ളവരെയൊക്കെ പേടിപ്പിച്ച് സത്യത്തിൽ ഇവളെ രക്ഷിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അമ്മാതിരി പണിയല്ലേ സാറിനിട്ട് ഇവൾ തന്നത്. ഇത്രയും വലിയ സാഹസം കാണിക്കുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. സ്വാതി ദേഷ്യത്തോടെ ആമിയെ നോക്കി പറഞ്ഞ് മുഖം തിരിച്ചിരുന്നു. കവിളൊക്കെ വീർപ്പിച്ച് കണ്ണൊക്കെ ഉരുട്ടിയിരിക്കുന്നത് കണ്ട് ദർശന ചിരി വന്നു. എന്നും ബഹുമാനത്തോടു കൂടി മാത്രമേ അവന് മുന്നിൽ സ്വാതി നിന്നിട്ടുള്ളൂ. അവളുടെ ഈ ഭാവം അവന് പുതുമയായിരുന്നു. പോട്ടെ, എൻ്റെ ആമിക്കൊച്ചിന് ഒരു ചെറിയ തെറ്റ് പറ്റി, വിട്ട് കളയുന്നേ. ആമി സങ്കടത്തോടെ ചുണ്ടെല്ലാം മലർത്തി സ്വാതിയെ നോക്കി. സ്വാതി തിരിച്ച് ഒറ്റയടി വെച്ച് തരുമെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. എന്തായാലും 2 ആളും ആഗ്രഹിച്ചതുപോലെ ആയല്ലോ അവസാനം. എനിക്കത് മതി. പിന്നെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്ക് ഇപ്പോൾ തന്നെ. ഇനി സമയം കിട്ടില്ല. പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളോ? ദർശൻ കാര്യം മനസ്സിലാവാതെ 2 പേരെയും നോക്കി. സ്വാതി പണ്ട് ഹോസ്റ്റലിൽ വെച്ച് ആമി ദർശനെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ വെച്ചിരുന്ന ഡയലോഗുകൾ പറഞ്ഞു കൊടുത്തു. അവൻ വായും പൊളിച്ച് നോക്കിയിരുന്നു. ആമി ചമ്മലോടെ മുഖം കുനിച്ചിരുന്നു. കുറച്ചു നേരമായിട്ടും അവനിൽ നിന്നും ഒരു മറുപടിയും ഇല്ലാതായപ്പോൾ അവൾ തലപൊക്കി അവനെ തട്ടി വിളിച്ചു. ദർശേട്ടാ, എന്തു പറ്റി? ഇപ്പോഴല്ലേ മനസ്സിലായത്. നിന്റെ ചേട്ടൻ നിന്നെ അവിടുന്ന് കൊണ്ടുപോകുന്നത് തടഞ്ഞത് എന്തിനാണെന്ന്. രക്ഷപ്പെടുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയായിരിക്കും അവൻ നിന്നെ അവിടെ തന്നെ പിടിച്ചു വെച്ചത്. വേലിയിലിരുന്ന പാമ്പിനെയാണല്ലോ ദൈവമേ ഞാൻ തലയിൽ കയറ്റി വെച്ചത്. പോ അവിടുന്ന്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നില്ലേ, എനിക്ക് മെച്യൂരിറ്റി കുറവായിരുന്നില്ലേ, അതുകൊണ്ടാ. ഇപ്പോൾ എനിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട്. ഉവ്വ്. സ്വാതി ഒരു കണ്ണിറുക്കിക്കൊണ്ട് അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. നീയിപ്പോൾ എന്തിനാ അതൊക്കെ ഇവിടെ പറയാൻ പോയത്? ദേഷ്യത്തോടെ സ്വാതിയെ നോക്കി ആമി ചോദിച്ചു. ഇതുവരെ നടന്നതൊന്നും ഒന്നുമല്ലെന്നും ഇനി വരാൻ പോകുന്നത് അതുക്കും മേലെയാണെന്നും മനസ്സിലാക്കി ദർശൻ സാറ് ഒന്ന് കരുതിയിരുന്നോട്ടെ എന്ന് കരുതി പറഞ്ഞതാ മോളെ. പോടി. അവളെയൊന്ന് തല്ലി പിണക്കത്തോടെ ആമി തിരിഞ്ഞിരുന്നു. അതെ, വഴക്കിട്ട് ഇങ്ങനെ ഇരുന്നാൽ നമ്മ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് പോയാലോ? സമയം വൈകുന്നു. എവിടേക്കാ നമ്മൾ പോകുന്നത്? ആ ചോദ്യം ചോദിച്ചപ്പോൾ ആമിയുടെ മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന ചിരി മാഞ്ഞിരുന്നു.